പ്രിയപ്പെട്ടവരെ നമസ്കാരം. കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന അഖിലേന്ത്യാ തൊഴിലാളി സമരം ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കേരളത്തിൽ മാത്രം പ്രകടമായ ഈ സമരരൂപം സാധാരണ ജനജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. തൊഴിൽ സംരക്ഷണം എന്ന മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങിയവർ യഥാർത്ഥത്തിൽ തൊഴിലെടുക്കാൻ പോകുന്ന സാധാരണക്കാരെ വഴി തടഞ്ഞതും ജോലിക്ക് പോകാൻ അനുവദിക്കാതെ തടഞ്ഞതും ഏറെ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത്. ഓട്ടോ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാർ, അധ്യാപകർ തുടങ്ങി ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവരും തങ്ങളുടെ നിത്യവൃത്തിക്കായി ഇറങ്ങിയവരുമായി നിരവധി പേർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഓട്ടോറിക്ഷകൾ തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിടുകയും KSRTC ബസ്സുകൾ തടസ്സപ്പെടുത്തി യാത്രക്കാരെ വലയ്ക്കുകയും ചെയ്ത ഇതുപോലുള്ള സംഭവങ്ങൾ ഈ സമരത്തിന്റെ ഇരുണ്ട മുഖമാണ് വെളിവാക്കുന്നത്. ചുവന്ന കൊടിയുടെ പേരിൽ എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യം പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഇത് ജനാധിപത്യപരമായ പ്രതിഷേധ രീതിയാണോ എന്ന ചോദ്യം പ്രസക്തമാണിവിടെ.